ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസിന് കഴിഞ്ഞ സീസണിൽ റയലിന് വേണ്ടി പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു. പക്ഷേ സാബി വന്നതോടുകൂടി അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സംഗ്രഹം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ പോയിന്റുകളായിക്കൊണ്ട് പരിശോധിക്കാം. അതായത് സാബി അലോൺസോ ട്രെയിനിങ്ങിൽ വലിയ പരിഗണന നൽകിയ താരമാണ് റോഡ്രിഗോ. സാബിക്ക് കീഴിൽ താരത്തിന് വലിയ ഒരു റോൾ വഹിക്കാൻ ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അതിന് വിപരീതമായി കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേവലം 23 മിനിറ്റുകൾ മാത്രമാണ് റോഡ്രിഗോക്ക് സാബിക്ക് കീഴിൽ ലഭിച്ചിട്ടുള്ളത്. ഗോൺസാലോ ഗാർഷ്യ, ആർദ ഗുളർ എന്നിവർ ഈ പരിശീലകന് കീഴിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടിയാണ് റോഡ്രിഗോക്ക് അവസരങ്ങൾ ലഭിക്കാതെ ആയത്. അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ താരത്തിൽ വീണ്ടും അസംതൃപ്തി ഉടലെടുത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സാബി വന്നതുകൊണ്ട് തന്നെ റയലിൽ തുടരാൻ റോഡ്രിഗോ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം അസംതൃപ്തനാണ്. ഇത് മനസ്സിലാക്കിയ ആഴ്സണൽ ഒരിക്കൽ കൂടി രംഗപ്രവേശനം ചെയ്യുകയാണ്. ഇംഗ്ലീഷ് മാധ്യമമായ മിററാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആഴ്സണൽ നടത്തും. 70 മില്യൺ പൗണ്ടെങ്കിലും താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും താരത്തിന്റെ ഭാവിയുടെ കാര്യത്തിലുള്ള ഒരു ഫൈനൽ ഡിസിഷൻ അത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷമായിരിക്കും എടുക്കപ്പെടുക. ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു റൂമറുകളിൽ നിന്നും റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും റോഡ്രിഗോയുടെ ഭാവി അതിപ്പോൾ തുലാസിലാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.